അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഈ സമ്മേളനം ഒന്ന് കാണാനും ഒന്ന് ഇറങ്ങിപ്പോവാനും വേണ്ടി വന്നതാണ്. എനിക്ക് മുമ്പ് വേദിയിലിരിക്കുന്ന മഹാന്മാരോട് ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരവസരം നൽകിയതിൽ സന്തോഷം. ഒരു യൂത്ത് സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. യുവാക്കളാണ് ശക്തി എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ പ്രവാചകനും പ്രബോധകനുമായ ആദർശ പിതാവിനെ ഫത്തൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. ഫത്തൻ യുഖാലു ലഹു ഇബ്രാഹിം എന്ന പ്രയോഗം. അസ്ഹാബുൽ കഹ്ഫിലെ ചെറുപ്പക്കാരെ ഒരു സംഘം യുവാക്കളെ കുറിച്ച് ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം ഫസിദ്നാഹും ഹുദ, അവർ ഒരു കൂട്ടം യുവാക്കളാണ്, അവർക്ക് നാം ഈമാനും സന്മാർഗവും വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന പരാമർശം നമ്മുടെ ഓർമ്മയിലുള്ളതാണ്. മഹാനായ പ്രവാചകൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 5 വർഷകാലം നിരന്തരമായി അവിടുന്ന് വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ ദാറുൽ അർക്കമിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തതായി ചരിത്രം രേഖപ്പെടുത്തിയത് 40ഓളം ആളുകളെയാണ്. ഈ 40 പേരിൽ 4 പേരൊഴിച്ച് 36 പേരും 40 വയസ്സിൽ താഴെയുള്ളവരായിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിരന്തരമായ 5 വർഷത്തെ പ്രബോധന പ്രവർത്തനം വളരെ ആസൂത്രിതമായി ദാറുൽ അർക്കമിൽ നബി നടത്തിയ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആ വ്യക്തികളാണ് ലോക ചരിത്രം മാറ്റിയെഴുതിയ പ്രമുഖർ. ഫുതൂഹുകളുടെ ചരിത്രം വായിക്കുന്ന കുട്ടികൾക്കറിയാം, ലോകത്ത് നടന്ന എല്ലാ വിജയങ്ങളുടെ പിന്നിലും ഈ 40 ആളുകളിൽ അവ ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നെപ്പോളിയനെ പോലുള്ളവർ പറഞ്ഞത്, യുവാക്കളെ എനിക്ക് തരൂ, ഞാൻ ലോകം കീഴടക്കി തരാമെന്ന്. യുവാക്കളുടെ ബാധ്യത അറിഞ്ഞ് അവർ പ്രവർത്തിച്ചാൽ തീർച്ചയായും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇതൊരു നല്ല തുടക്കമാവട്ടെ, കുട്ടികൾക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.